നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിസിനസ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് സംരംഭകനും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ CJ റോയിയുടെ മരണം സംഭവിച്ചത്. അത്യാഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും താൻ കടന്നുവന്ന എളിയ വഴികളെക്കുറിച്ച് ഓർക്കാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ. ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ മാത്രമായിരുന്നില്ല ഡോക്ടർ CJ റോയി. സിനിമാ നിർമ്മാതാവ്, നിരവധി ജനപ്രിയ TV റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴിതാ CJ റോയി ജീവനൊടുക്കിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT പറഞ്ഞു. ഉദ്യോഗസ്ഥർ റോയിയെ സമ്മർദ്ദത്തിൽ ആക്കിയതിന് തെളിവില്ല. ജീവനൊടുക്കിയ ദിവസം റോയിയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തില്ല എന്നും അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. റോയിയെ അലട്ടിയത് മറ്റെന്തോ പ്രശ്നമാണെന്നാണ് SITയുടെ നിഗമനം. റോയി മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയത് എന്തിനാണെന്നും പരിശോധിക്കുന്നുണ്ട്. അതേസമയം SIT റോയിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കേരള പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് കൊച്ചിയിലെ 3 സുഹൃത്തുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചത്. റോയിയുടെ ബിസിനസ് പങ്കാളികളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ബിസിനസ് താല്പര്യങ്ങളില്ലാതെ റോയിയുമായി അടുപ്പം പുലർത്തിയിരുന്നവരിൽ നിന്നും വിവരം ശേഖരിച്ചത്. സമൂഹ മാധ്യമങ്ങൾ വഴി റോയിയുടെയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രൊമോഷൻ വീഡിയോകൾ പൊതുസമൂഹത്തിൽ എത്തിച്ചിരുന്ന 2 യൂട്യൂബർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ റോയി ഇവരുമായി ഫോണിൽ ദീർഘനേരം സംസാരിച്ചതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വിവരം ശേഖരിച്ചത്. പരിശോധനയുടെ പേരിൽ CJ റോയിയെ ആദായ നികുതി ഉദ്യോഗസ്ഥർ വിഷമിപ്പിച്ചിട്ടില്ല എന്ന് നേരത്തെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് പറഞ്ഞിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ആർക്കും നിക്ഷേപമില്ല. നിക്ഷേപമുണ്ടെന്ന് രേഖാമൂലം തെളിയിച്ചാൽ ഇരട്ടി തുക നൽകും. കടരഹിത സ്ഥാപനമാണിത്. കള്ളപ്പണമോ ബിനാമി പണമോ ഇല്ല. ആർക്കും പണം കൊടുക്കാനില്ല, ലഭിക്കാൻ മാത്രമാണുള്ളത്. സിനിമകളിലും വിനോദ പരിപാടികളിലും സുതാര്യമായാണ് പണം മുടക്കിയത്. പരമാവധി 20 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ സഹായം നൽകിയത്. 6-7 വർഷമായി ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധിക്കാറുണ്ട്. പതിവ് പരിശോധന മാത്രമാണത്. 2016-ലും 2025-ലും ഓഫീസുകൾ പരിശോധിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു. ഉദ്യോഗസ്ഥർ മാന്യമായാണ് പ്രവർത്തിച്ചത്. ചെയർമാന്റെ മരണകാരണത്തെ പറ്റി പറയാൻ തനിക്ക് കഴിയില്ല. സാമ്പത്തികമോ ശാരീരികമോ കുടുംബപരമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല. മാനസിക സമ്മർദ്ദം നേരിടുന്നതായി പറഞ്ഞിരുന്നില്ല. CJ റോയിയുടെ ഡയറി കണ്ടിട്ടില്ല. കുടുംബാംഗങ്ങൾക്കായി അദ്ദേഹം എഴുതിയ കത്ത് താനാണ് പോലീസിന് കൈമാറിയത്. കുറിപ്പ് 8 മണിക്കൂർ കയ്യിലുണ്ടായിട്ടും താൻ വായിച്ചില്ല. കുടുംബത്തിനായി എഴുതിയത് വായിക്കുന്നത് ശരിയല്ല. ആദായ നികുതി ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നുവെന്ന് 2025 ഡിസംബറിൽ നൽകിയ ഹർജി പിൻവലിച്ചിരുന്നു. ഹർജി ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിൻവലിച്ചത്. ആദായ നികുതി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന് റോയിയുടെ സഹോദരൻ പറഞ്ഞത് കാര്യങ്ങൾ അറിയാതെയാണ്. വസ്തുതകളില്ലാത്ത കാര്യങ്ങളാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. അന്വേഷണത്തിൽ താനും കമ്പനിയും തൃപ്തരാണെന്നാണ് TA ജോസഫ് വ്യക്തമാക്കിയത്. അതേസമയം CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ സംവിധായകൻ VK പ്രകാശ് രംഗത്തെത്തിയിരുന്നു. റോയിയുടെ നിർമ്മാണത്തിൽ VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ അണിയറ ജോലികൾ പുരോഗമിക്കവെയാണ് അപ്രതീക്ഷിതമായി ഈ വിയോഗം സംഭവിക്കുന്നത്. റോയി അവസാനമായി നിർമ്മിച്ച സിനിമ കൂടിയാണത്. കേവലം ഒരു നിർമ്മാതാവ് എന്നതിലുപരി സിനിമയുടെ ഓരോ ഘട്ടത്തിലും സർഗാത്മകമായ ഇടപെടലുകൾ നടത്തി കൂടെ നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് VK പ്രകാശ് അനുസ്മരിച്ചു. ഔദ്യോഗികമായ അതിർവരമ്പുകൾക്കപ്പുറം ഷൂട്ടിംഗ് ലൊക്കേഷനിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വേളയിലും ഹൃദ്യമായ ഒരു സൗഹൃദം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. ചിത്രീകരണ വേളയിലുടനീളം മേൽനോട്ടം വഹിക്കുകയും തങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഒരു വഴികാട്ടിയെയാണ് നഷ്ടമായത്. വ്യക്തിപരമായ ദുഃഖത്തിനപ്പുറം മലയാള സിനിമാ ലോകത്തിന് കരുത്തായിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ വിടവാങ്ങലാണ് ഇതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റോയി സാറിന്റെ അപ്രതീക്ഷിത വിയോഗം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നിർമ്മിച്ചത് CJ റോയി സാറാണ്. പടത്തിന്റെ പേര് തീരുമാനമായിട്ടില്ല. ഷൈൻ ടോം ചാക്കോ, സിജു വിൽസൺ, ബാബുരാജ്, സിദ്ധാർത്ഥ് മേനോൻ, ഐശ്വര്യ മേനോൻ തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളത്. നമ്മുടെ പടത്തിന്റെ ഷൂട്ട് മുഴുവൻ ബംഗളൂരുവിലായിരുന്നു. സെറ്റിൽ ഇടയ്ക്കിടെ വരും, വേണ്ട അഭിപ്രായങ്ങൾ പറയും. ക്രിയേറ്റീവായി പോലും ഉപദേശങ്ങൾ അദ്ദേഹം തന്നിരുന്നു. ഷൂട്ടിംഗ് വേളയിലായാലും അത് കഴിഞ്ഞുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തായാലും വളരെ നല്ലൊരു ബോണ്ട് അദ്ദേഹവുമായി ഉണ്ടായിരുന്നു. ഈ പടം നിർമ്മിക്കാൻ മറ്റൊരാൾ മുഖേന അദ്ദേഹം എന്നെ ബന്ധപ്പെടുകയായിരുന്നു. പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായി. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഷൂട്ടിങ്ങിനൊന്നും ഒരു മുടക്കവും വന്നിട്ടില്ല. എല്ലാം ഒരു തടസ്സം ഇല്ലാതെ പൂർത്തിയായി. പടം ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. വളരെ പോസിറ്റീവായ ആളായിരുന്നു റോയി സാർ. അദ്ദേഹത്തിന്റെ ഈ അകാല വിയോഗം ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചു. എല്ലാ മേഖലയെയും പോലെ സിനിമാ മേഖലയ്ക്കും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും VK പ്രകാശ് പറഞ്ഞു. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ CJ റോയി നിർമ്മിച്ച 12ാമത്തെ പ്രൊജക്ട് ആയിരുന്നു. 6
മാസം മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സിയോൺ ഹിൽസിൽ വച്ചായിരുന്നു സിനിമയുടെ പൂജ ചടങ്ങ്. വലിയ ആഡംബരപൂർവ്വം നടത്തിയ ചടങ്ങിൽ CJ റോയി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്ന ശക്തമായ സന്ദേശം നൽകുന്ന ചിത്രമാണിത്. സാമൂഹിക പ്രസക്തിയുള്ള ഗൗരവകരമായ ഒരു വിഷയത്തെ ദൃശ്യാവിഷ്കരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും ബംഗളൂരുവിലായിരുന്നു. പാലും പഴവും എന്ന VKP സിനിമയ്ക്ക് ശേഷം ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതുന്ന ഈ ചിത്രത്തിന് സംഗീതം നൽകുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ സാം CS ആണ്. അദ്ദേഹം അന്തരിച്ച വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയിയും അനോമി ചിത്രത്തിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്നു. CJ റോയിയുടെ നിർമ്മാണ പങ്കാളിത്തത്തെക്കുറിച്ച് ഭാവന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അനോമിയിൽ നിന്ന് CJ റോയി പിന്മാറിയതല്ല എന്നും മറ്റ് പ്രൊഡക്ഷൻ കമ്പനികൾ വന്നപ്പോൾ അവർക്ക് വലിയ ഷെയർ ആവശ്യമായി വന്നുവെന്നും അങ്ങനെ CJ റോയി നിക്ഷേപിച്ച തുക തിരിച്ചു നൽകിയെന്നുമാണ് ഭാവന പറഞ്ഞിരുന്നത്. അനോമിയിൽ നിന്ന് CJ റോയി പിന്മാറിയതല്ല. 2025-ലാണ് റോയി സാർ ഈ ചിത്രത്തിന്റെ നിർമ്മാണ സംഘത്തിൽ ചേരുന്നത്. അപ്പോൾ തന്നെ ബ്ലിറ്റ്സ് ക്രീഗ് ഫിലിംസും APK സിനിമയും ഞാനും പ്രൊഡക്ഷന്റെ ഭാഗമായിരുന്നു. റോയി സാർ ഈ ചിത്രത്തിൽ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് പനോരമയും T-സീരീസും നിർമ്മാതാക്കളായി എത്തിയപ്പോൾ അവർക്ക് വലിയ ഷെയർ ആവശ്യമായി വന്നു. അതിന്റെ ഭാഗമായി ചില ഇൻവെസ്റ്റേഴ്സിനെ ബൈ ഔട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ റോയി സാർ നിക്ഷേപിച്ച പണം തിരികെ നൽകി. അദ്ദേഹം പ്രൊഡക്ഷനിൽ നിന്ന് ഒഴിവായി എന്നാണ് ഭാവന പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.